+1 അഡ്മിഷൻ കിട്ടണമെങ്കിൽ A+ കൊണ്ട് മാത്രം കാര്യമില്ല, WGPA കൂടി വേണം എന്ന തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവില്ലേ. എന്താണ് ഈ WGPA, എങ്ങനെയാണ് നമ്മുടെ WGPA കാൽക്കുലേറ്റ് ചെയ്യുക, ഈ കാര്യങ്ങളാണ് ഷമീം സാർ വളരെ സിമ്പിൾ ടെക്നിക്കിലൂടെ പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. മാക്സിമം ഫ്രണ്ട്സിന് എല്ലാവരും ഷെയർ ചെയ്ത് കൊടുത്തോട്ടോ. ഓക്കെ, ഇനി നിങ്ങൾ +1 സയൻസ് ആണ് എടുക്കുന്നതെങ്കിൽ നമ്മുടെ അഗ്നി ബാച്ചിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമ്മുടെ അലോട്ട്മെന്റ് പ്രക്രിയ ഒന്നും കഴിഞ്ഞിട്ടില്ല, എനിക്ക് ഏത് കോഴ്സ് കിട്ടും എന്നറിയില്ല. നിങ്ങൾ ഒരു തീരുമാനം നിങ്ങൾ എടുക്കണം. ഓക്കെ, തീരുമാനം എടുക്കേണ്ടത് അലോട്ട്മെന്റ് വന്നതിന് ശേഷമല്ല, നിങ്ങൾ തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ടാണ്. അതായത് +1 ഞാൻ ഏത് ചൂസ് ചെയ്യും, എനിക്ക് എന്താവാനാണ് ആഗ്രഹം എന്നുള്ളത് നിങ്ങൾ ഇപ്പം തന്നെ തീരുമാനിച്ചിട്ടുണ്ടാവണം. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡോക്ടർ ആവണം അല്ലെങ്കിൽ എഞ്ചിനീയർ ആവണം എന്നുള്ള രീതിയിലാണ് നിങ്ങളുടെ ഒരു അംബീഷൻ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സയൻസ് തന്നെ ചൂസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നല്ല കോച്ചിങ് നിങ്ങൾ നേടണം. അതായത് സ്കൂളിലെ ക്ലാസ്സുകൾ കൊണ്ട് മാത്രം നിങ്ങൾക്ക് നല്ലൊരു മാർക്കിലേക്ക് എത്താൻ വേണ്ടി കഴിയില്ല. കാരണം അത്രയ്ക്ക് ടഫാണ് നമ്മുടെ സിലബസ്, അതുപോലെ തന്നെ എക്സാം പാറ്റേൺ ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ പുറത്തുനിന്ന് ഒരു സഹായം കൂടിയേ തരൂ. അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ അഗ്നി ബാച്ച് തന്നെയാണ്. കേരളത്തിലെ ബെസ്റ്റ് ഫാക്കൽറ്റീസ് ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ടാവുക. അതും ലൈവ് ആയിട്ടായിരിക്കും. ഫസ്റ്റ് ക്ലാസ് നമ്മൾ യൂട്യൂബിൽ എന്തായും ഫ്രീ ആയിട്ട് തരും. ഓക്കെ, ഫസ്റ്റ് ക്ലാസ് ബാച്ചിലെ ഫസ്റ്റ് ക്ലാസ് നിങ്ങൾക്ക് യൂട്യൂബിൽ ഫ്രീ ആയിട്ടാണ് തരുന്നത്. നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഈ ഒരു ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. എല്ലാവരും എന്ത് ചെയ്യുക, ഒന്ന് ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് 5 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ കൊടുക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ ആപ്പിൻ്റെ ലോഗോ. നിങ്ങൾ എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക, 5 സ്റ്റാർ റേറ്റിംഗ് കൊടുക്കുക, നല്ലൊരു കമൻ്റ് ഒക്കെ അവിടെ ലീവ് ചെയ്യാം. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ നമ്മുടെ ബാച്ചിൽ ലൈവ് ആയിട്ടായിരിക്കും ക്ലാസ്സുകൾ ഉണ്ടാവുക. റെക്കോർഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും, PDF ക്ലാസ് നോട്ടുകൾ അവൈലബിൾ ആയിരിക്കും, ചാപ്റ്റർ വൈസ് വർക്ക്ഷീറ്റും PYQ വീഡിയോ സൊല്യൂഷൻസും അതുപോലെ തന്നെ NCERT ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും കേട്ടോ. ചാപ്റ്റർ വൈസ് എക്സാംസും മോഡൽ എക്സാംസും ഒക്കെ നമ്മുടെ ബാച്ചിൻ്റെ ഫീച്ചേഴ്സ് ആണ്. അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ബാച്ചിൻ്റെ ഫീ എന്ന് പറയുന്നത് വെറും 4,999 രൂപ മാത്രമാണ്. ഒരു വർഷത്തേക്കുള്ള ഫീ ആണ് കേട്ടോ. ഓക്കെ, നിങ്ങൾക്കിതാ നമ്മുടെ മുമ്പിൽ വെക്കാൻ ഈ ഒരു ചിത്രങ്ങളാണ്, ഒരുപാട് പേരുടെ മുഖം. അടുത്ത വർഷം നിങ്ങളുടെ ഫോട്ടോയും ഇതേപോലെ വരണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വരും മക്കളെ. നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്താൽ മതി കേട്ടോ. 520 മാർക്കും വാങ്ങിയിട്ടുള്ള കേരളത്തിലെ ടോപ്പേഴ്സാണ്, നമ്പർ വൺ സ്റ്റുഡൻസ് അല്ലേ. ഇത്രയും പേരാണ് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ട് 520 മാർക്കും സ്കോർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ലിസ്റ്റിൽ നിങ്ങൾക്കും ഇടം നേടാൻ വേണ്ടി കഴിയും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ബാച്ചിൽ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. അതായത് WGPA അല്ലേ. നിങ്ങൾക്കറിയാം ഈ സൈറ്റ് ഇനി മുതൽ നിങ്ങൾ ഈ സൈറ്റിനുള്ളിലായിരിക്കും. ഇതുവരെ നിങ്ങൾ IT@school result.nic.in അതിലൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇനി നിങ്ങൾ എന്ത് ചെയ്യും, ഈ ഒരു സൈറ്റിലേക്ക് മാറാൻ വേണ്ടി പോവാണ്. അതായത് hscap.kerala.gov.in എന്ന ഈ സൈറ്റിൽ, അതായത് +1 അലോട്ട്മെന്റിന് അപേക്ഷിക്കുന്ന സൈറ്റ്. ഈ ഒരു സൈറ്റിൽ നമുക്ക് പ്രോസ്പെക്ടസ് കാണാം, അതുപോലെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് കാണാം, അതുപോലെ ഇൻസ്ട്രക്ഷൻ ഫോർ വ്യൂവിങ് ലാസ്റ്റ് റാങ്ക് കാണാം, വ്യൂ ലാസ്റ്റ് റാങ്ക് ആൻഡ് WGPA. ഓക്കെ, വ്യൂ ലാസ്റ്റ് റാങ്ക് ആൻഡ് WGPA. ഇതാണ് ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. അതായത് നിങ്ങൾ ചേരാൻ ആഗ്രഹിക്കുന്ന സ്കൂള്, ആ സ്കൂളിലെ ഏറ്റവും ലാസ്റ്റ് അഡ്മിഷൻ, കഴിഞ്ഞ വർഷം +1 ഏറ്റവും ലാസ്റ്റ് അഡ്മിഷൻ നേടിയ കുട്ടിയുടെ റാങ്ക് എത്രയായിരുന്നു എന്നുള്ളത് നമുക്ക് ഇതിന്ന് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് ജില്ല സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങളിപ്പോൾ പാലക്കാട് ജില്ലയിലാണെന്ന് വിചാരിക്കാം. പാലക്കാട് ജില്ലയിലെ ഒരു സ്കൂള്, ആ സ്കൂള് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്കൂള് ചൂസ് ചെയ്യാം. അതിൽ കാറ്റഗറി ജനറൽ ആണോ അല്ലെങ്കിൽ ഹിന്ദു, OBC, മുസ്ലിം ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഏത് കോഴ്സാണെന്നും കൂടി സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വ്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, ലാസ്റ്റ് റാങ്ക് 248 എന്ന് കാണാം. WGPA 9.25. അതായത് ഈ ഒരു സ്കൂളിൽ, അതായത് ഗവൺമെൻറ് HSS കിഴക്കഞ്ചേരി പാലക്കാട്, ഈ ഒരു സ്കൂളിൽ ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് 248 ആ കുട്ടിയുടെ WGPA എന്ന് പറയുന്നത് 9.2571429. ഇത്രയും ഡിജിറ്റ് വേണം കേട്ടോ. പോയിന്റ് കഴിഞ്ഞിട്ട് 1, 2, 3, 4, 5, 6, 7 അക്കം വരെ നിങ്ങൾ എന്ത് ചെയ്യണം, 7 സ്ഥാനം വരെ നിങ്ങൾ WGPA കാൽക്കുലേറ്റ് ചെയ്യണം. WGPA എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളത് ഇവിടെ ഉണ്ട്. WGPA കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇതൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ WGPA നമുക്ക് ഈ സൈറ്റ് പറഞ്ഞുതരും. അതായത് ആർ യു കേരള സ്റ്റേറ്റ് ബോർഡ് SSLC പാസ്ഡ് അപ്ലിക്കൻറ്റ്, നിങ്ങൾ SSLC പാസ്സായ കുട്ടിയാണോ, ആണെങ്കിൽ യെസ് കൊടുക്കാം. ആർ യു അപ്ലൈയിങ് ഫോർ എ സ്കൂൾ ഇൻ യുവർ റെസിഡൻറ്റ് താലൂക്ക്, നിങ്ങൾ നിങ്ങളുടെ സെയിം താലൂക്കിലുള്ള സ്കൂളിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത്, ആണെങ്കിൽ യെസ് കൊടുക്കാം. ആർ യു അപ്ലൈയിങ് ഓൺ എ സ്കൂൾ ഇൻ യുവർ റെസിഡൻറ്റ് ലോക്കൽ ബോഡി, നിങ്ങളുടെ അതേ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷനിലുള്ള സ്കൂളിലേക്ക് തന്നെയാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്, അങ്ങനെയാണെങ്കിൽ യെസ് കൊടുക്കാം, അല്ലെങ്കിൽ നോ കൊടുക്കാം. ഓക്കെ, പിന്നെ ആർ യു അപ്ലൈയിങ് ഫോർ ദി സെയിം സ്കൂൾ ഇൻ വിച്ച് യു സ്റ്റഡീഡ് ഫോർ SSLC, നിങ്ങൾ SSLC പഠിച്ച അതേ സ്കൂളിലേക്ക് തന്നെയാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്, ആണെങ്കിൽ യെസ് കൊടുക്കാം, അല്ലെങ്കിൽ നോ കൊടുക്കാം. ഓക്കെ, പിന്നെ
ഡസ് യുവർ ലോക്കൽ ബോഡി ഹാവ് അറ്റ്ലീസ്റ്റ് വൺ ഗവൺമെൻറ് ഓർ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂൾ? അത് നമുക്ക് ഇവിടെ യെസ് കൊടുത്തുകൊണ്ട് അവിടെ ഇനി കൊടുക്കാൻ കഴിയില്ല. ഓക്കെ, അതായത് നിങ്ങൾ പഠിച്ച അതേ സ്കൂളിലേക്കാണോ കൊടുക്കുന്നത് എന്നുള്ള ആ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ലോക്കൽ ബോഡി അല്ലേ, അതിന് മുന്നത്തെ ചോദ്യം, ആർ യു അപ്ലൈയിങ് ഓൺ എ സ്കൂൾ ഇൻ യുവർ റെസിഡൻറ്റ് ലോക്കൽ ബോഡി? നിങ്ങൾ എന്താ പറയുക താമസിക്കുന്ന അതേ പഞ്ചായത്തിലെ സ്കൂളിൽ തന്നെയാണോ നിങ്ങൾ അപേക്ഷിക്കുന്നുള്ള അവിടെ യെസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ താഴെ നമുക്കത് കൊടുക്കാൻ വേണ്ടി കഴിയില്ല. പിന്നെ ആർ യു എ ഡിപ്പെൻഡൻറ്റ് ഓഫ് ജവാൻ അല്ലേ, ഒരു ജവാൻ്റെ മകനാണോ അല്ലെങ്കിൽ മകളാണോ എന്നുള്ളതാണ് ചോദ്യം. യെസ് ആണെങ്കിൽ യെസ് കൊടുക്കാം, നോ ആണെങ്കിൽ നോ കൊടുക്കാം. അതുപോലെ തന്നെ ജവാൻ കിൽഡ് ഇൻ ആക്ഷൻ അതാണോ ആണെങ്കിൽ യെസ് എന്ന് കൊടുക്കാം അല്ലെങ്കിൽ നോ കൊടുക്കാം. അതുപോലെ ഡു യു ക്ലെയിം ബോണസ് പോയിന്റ്സ് ഫോർ NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ്, സ്റ്റുഡൻറ്റ് പോലീസ് കാഡറ്റ്? ഇതിൽ ബോണസ് പോയിന്റ് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യെസ് കൊടുക്കാം. അതായത് ഗ്രേസ് മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ കിട്ടൂല. ഓക്കെ, ഗ്രേസ് മാർക്ക് അവാർഡഡ് ആണെങ്കിൽ ഇതിൽ നമുക്ക് യെസ് കൊടുക്കാൻ കഴിയില്ല, ആ ബോണസ് പോയിന്റ് കിട്ടില്ല. ഗ്രേസ് മാർക്ക് നിങ്ങൾക്ക് അവാർഡ് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, ഇവിടെ നിങ്ങൾക്ക് യെസ് കൊടുക്കാം. ഓക്കെ, ഡു യു ക്ലെയിം ബോണസ് പോയിന്റ് ഫോർ ലിറ്റിൽ കൈറ്റ്സ് മെമ്പർ വിത്ത് എ ഗ്രേഡ്? എ ഗ്രേഡ് കിട്ടിയാണ്. പിന്നെ ഇത് നമുക്ക് ഇവിടെ ഏതെങ്കിലും ഒന്നേ കൊടുക്കാൻ പറ്റുള്ളൂ. അതായത് NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ്, സ്റ്റുഡൻറ്റ് പോലീസ് കാഡറ്റോ അല്ലെങ്കിൽ ലിറ്റിൽ കൈറ്റ്സ് മെമ്പേഴ്സ് വിത്ത് എ ഗ്രേഡ്, ഇതിൽ ഏതെങ്കിലും ഒന്നേ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. മേലെ യെസ് കൊടുത്തുകൊണ്ട് തന്നെ ലിറ്റിൽ കൈറ്റ്സ് അവിടെ ഡിസേബിളായി. ഇനി ഹൗ മെനി ചാൻസ് യു ടുക്ക് ടു പാസ് ദി ക്വാളിഫയിങ് എക്സാമിനേഷൻ? എത്ര ചാൻസ് എടുത്തു SSLC പാസ്സാവാൻ, എത്ര ചാൻസ് എടുത്തു? ആദ്യത്തെ തവണ തന്നെ SSLC പാസ്സായിട്ടുണ്ടെങ്കിൽ അവിടെ നമ്പർ 1 എന്ന് കൊടുക്കാം. ഓക്കെ, പിന്നെ ഗ്രേഡ് പോയിന്റ് ഡീറ്റെയിൽസ്, എൻ്റർ ദി ടോട്ടൽ നമ്പർ ഓഫ് പേപ്പേഴ്സ് ഇൻ ദി ക്വാളിഫയിങ് എക്സാമിനേഷൻ. നിങ്ങൾ ആകെ എത്ര പേപ്പർ എഴുതിയിട്ടുണ്ട്? 10 അല്ലേ? യെസ്, SSLCക്ക് 10 സബ്ജക്റ്റ് ഉണ്ടായിരുന്നു. എൻ്റർ ദി ടോട്ടൽ ഗ്രേഡ് പോയിന്റ് സെക്യൂർഡ് ഇൻ ദി ക്വാളിഫയിങ് എക്സാമിനേഷൻ. TGP അതായത് ടോട്ടൽ ഗ്രേഡ് പോയിന്റ്, അതായത് A+ന് 9, Aക്ക് 8, ആ രീതിയിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു ടോട്ടൽ ഗ്രേഡ് പോയിന്റ് ആണ്. അതായത് മാക്സിമം നമുക്ക് കിട്ടുക 10 വിഷയങ്ങളിൽ 9 ഗ്രേഡ് പോയിന്റ് വെച്ചിട്ട് 90 കിട്ടും. ആ 90 നമുക്ക് അവിടെ അടിച്ചു കൊടുക്കാം. ഓക്കെ, 90 നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ അടിച്ചു കൊടുക്കാം. ഫുൾ A+ കിട്ടിയിട്ടുള്ള കുട്ടിയാണെങ്കിൽ. ഓക്കെ, ഫുൾ A+ കിട്ടിയിട്ട് കുട്ടിയാണെങ്കിൽ 90 എന്ന് കൊടുക്കാം. A+ന് 9, Aക്ക് 8, അതുപോലെ B+ന് 7, ആ രീതിയിൽ ഇങ്ങനെ കുറഞ്ഞു വരുവേ ഓരോന്നിൻ്റെ. അത് എന്നിട്ട് ഒന്നായിട്ട് എന്ത് ചെയ്യുക, കൂട്ടി നോക്കുക. എൻ്റർ ദി ടോട്ടൽ നമ്പർ ഓഫ് വെയിറ്റേജ് പേപ്പേഴ്സ്, അതായത് നമ്മൾ സയൻസിനാണെങ്കിൽ നമ്മുടെ വെയിറ്റേജ് പേപ്പർ എന്ന് പറയുമ്പോൾ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, അത് എത്ര എണ്ണം ഉണ്ട് എന്നാണ്. അതായത് ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്ന് പറയുമ്പോൾ 4 അല്ലേ. അപ്പോൾ സയൻസിനാണെങ്കിൽ നമ്മൾ 4 എന്ന് കൊടുക്കുന്നു. അതുപോലെ എൻ്റർ ദി ടോട്ടൽ ഗ്രേഡ് പോയിന്റ് സെക്യൂർഡ് ഫോർ വെയിറ്റേജ് പേപ്പർ, ഈ 4 വിഷയങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഗ്രേഡുകൾ. അപ്പോൾ 4നും A+ ആണല്ലോ, 4നും A+ ആകുമ്പോൾ 4 ഗുണിക്കണം 9, 36 എന്ന് വരും. 36 എന്ന് വരും. ഓക്കെ, എന്നിട്ട് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വെയിറ്റേജ് ഇതാ, വെയിറ്റഡ് ഗ്രേഡ് പോയിന്റ് ആവറേജ്, അതാണ് ഈ WGPA എന്ന് പറഞ്ഞത്. 10. ഓക്കെ, 10 ആണ്. ഇതാണ് മാക്സിമം ഗ്രേഡ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? യെസ്, കാൽക്കുലേറ്റ് ഗ്രേഡ് പോയിന്റ് ഫോർ എ സബ്ജക്റ്റ് വിത്ത് മാർക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് മാർക്കാണെങ്കിൽ നമുക്ക് ഗ്രേഡാണ്, സാധാരണ SSLC ചെയ്യുന്ന കുട്ടികൾക്ക് എന്താ പറയുക ഗ്രേഡാണ്. അതല്ല മാർക്കുള്ള സർട്ടിഫിക്കറ്റ് CBSE ഒക്കെ പോലെയാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കിവിടെ മാർക്സ് സെക്യൂർഡ്, അതുപോലെ മാക്സിമം മാർക്ക് എന്ത് ചെയ്യാൻ കൊടുത്തിട്ട് നമുക്ക് ഇതേപോലെ WGPA കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾ ഇതേപോലെ എന്ത് ചെയ്യുക, നിങ്ങളുടെ WGPA എത്രയാണെന്ന് നോക്കുക. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ ആ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസും കൂടി നോക്കുക. നിങ്ങൾക്ക് ഏത് സ്കൂളാണ് കിട്ടാൻ ഏറ്റവും കൂടുതൽ ചാൻസ് എന്ന് അറിയാൻ വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും ഈ ഒരു കാര്യം. നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്യുന്നു, സ്കൂൾ സെലക്ട് ചെയ്യുന്നു, നിങ്ങൾ ഏത് കാറ്റഗറി ആണെന്ന് സെലക്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ കോഴ്സ് സെലക്ട് ചെയ്യുന്നു, വ്യൂ അടിക്കുന്നു. ആ സ്കൂളിലെ ലാസ്റ്റ് റാങ്ക് ഇതാ കാണാം, 68. അതായത് സ്കൂള് ഗവൺമെൻറ് HSS എഴുമാറ്റൂർ പത്തനംതിട്ട അല്ലേ. ഓക്കെ, അവിടെ 68 ലാസ്റ്റ് റാങ്ക്. WGPA വരുന്നത് 8.1, അതാണ് ലാസ്റ്റ് WGPA. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് നിങ്ങളുടെ പരിസരത്തുള്ള സ്കൂളിലെ ലാസ്റ്റ് റാങ്കും ലാസ്റ്റ് WGPAയും നിങ്ങളുടെ WGPAയും, അപ്പോൾ നിങ്ങൾക്ക് ഏത് സ്കൂളിൽ കൊടുത്താലാണ് കിട്ടാൻ ചാൻസ് എന്നുള്ളത് നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് +1 ഫോം ഫില്ല് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളും കോഴ്സും തിരഞ്ഞെടുക്കുമ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ആ ഒരു ഫോം ഫില്ല് ചെയ്യാൻ. ഓക്കെ, റെഡി അല്ലേ മക്കളെ? അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ ഒരു കാര്യം മാക്സിമം ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതേപോലെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഷമീം സാർ ഇനിയും ചെയ്യും. നിങ്ങൾ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എന്നിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. നമുക്ക് ഏത് കോഴ്സ് എടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ട്യൂഷൻ അത്യാവശ്യമാണ്. കൊമേഴ്സ് ആണെങ്കിൽ നമ്മുടെ ജ്വാല ബാച്ച് അവൈലബിൾ ആട്ടോ, നേരത്തെ അത് പറഞ്ഞില്ല. കൊമേഴ്സിന് ജ്വാല ബാച്ച് ഉണ്ട് എക്സാമിനറിൽ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ.